ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണോ? അപ്പോൾ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പി കണ്ടാലോ? എൻ്റെ അമ്മൂമ്മയാട്ടോ ഇതുണ്ടാക്കുന്നത്. ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മൂമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ മാമ്പഴത്തിലേക്ക് കറിവേപ്പില, പച്ചമുളക്, അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ശർക്കര ചേർക്കാം. ഒരു 3-4 അച്ച് ശർക്കര മാമ്പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ മധുരം കൂടുന്നവർ മാമ്പഴ പുളിശ്ശേരിയുടെ രുചിയും കൂടും കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്ത് ഗ്യാസിൽ വെച്ച് നന്നായി വേവിക്കണം. മാമ്പഴം നല്ല പോലെ ശർക്കരയും എല്ലാതും നല്ലപോലെ കുതിർന്ന് അതിലേക്ക് മാമ്പഴത്തിലേക്ക് അലിഞ്ഞ് ചേരണ പോലെ നല്ല പാകത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 1.5 മുറി തേങ്ങ എടുക്കണം. അതിലേക്ക് നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് തേങ്ങയിലേക്ക് തൈരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാമ്പഴം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണേ, അത് മറക്കാൻ പാടില്ല. ഇളക്കി ആ വെള്ളം മാമ്പഴമായിട്ട് നല്ല യോജിക്കണം. അപ്പോൾ നമുക്ക് പച്ചമുളക്, കുറച്ച് ജീരകം, അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കണം. അധികമൊന്നും വേണ്ട, കുറച്ച് വെള്ളം. അതുപോലെ തൈരും ചേർക്കണം. കട്ട തൈരായിരിക്കണം കേട്ടോ. നല്ല കട്ട തൈര് ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് മിക്സി നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് അരപ്പിൻ്റെ പാകം ഒന്ന് നോക്കാം. എങ്ങനെ ഞാൻ അരച്ചെന്ന് കാണണ്ടേ? അപ്പോൾ ഇതാ ഈ പാകത്തിനാണ് കേട്ടോ അരയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് പതിയെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണേ. അപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു പാകമുണ്ടല്ലോ, വെള്ളം അധികം ആവാൻ പാടില്ല, കുറുതായി വരികയും വേണം. എന്നിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ച് കുറച്ച് ഉലുവിട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയാണെങ്കിൽ കഴുകി വെച്ച് കറിവേപ്പില വെള്ളം നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിട്ട് കൊടുക്കാം. പിന്നീട് വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് നടുകീറി അതും ഇട്ട് കൊടുത്ത് താളിക്കാം. നമുക്കിനി മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ. അപ്പോൾ അതിഗംഭീരമായ അതിരുചികരമായ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ. നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് കൊടുക്കാം.